അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഫിഖഹിലെ രണ്ടാമത്തെ പാഠമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചല്ലോ. അതൊന്ന് നോക്കാം. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ നിസ്കാരങ്ങളുടെ പേരൊന്ന് പഠിക്കാം. അപ്പോൾ ഇതാ നിസ്കാരങ്ങളുടെ പേര്. നിസ്കാരങ്ങളുടെ ക്രമങ്ങളാണ് കേട്ടോ. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളറിലാണ് ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചിട്ടുള്ളത്. പഠിക്കാൻ തരത്തിലാണ്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് ചോദ്യമാണ്, കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേര് എഴുതാം. തദ്രിബാത്ത്. കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേര് എഴുതാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കളർ എങ്ങനെ നോക്കി പേര് എഴുതാമെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാണിച്ചു തരാം ഒന്നുകൂടി നിസ്കാരത്തിൻ്റെ പേരിൻ്റെ കളറുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ടത്, ഇതിൻ്റെ അടിയിൽ കോളങ്ങളൊക്കെ ഉണ്ട് എഴുതേണ്ടത്. ആദ്യം ചുവപ്പിൻ്റെ അടിയിൽ, റെഡിൻ്റെ അടിയിൽ ളുഹർ, പിന്നെ അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പോൾ അങ്ങനെ ഈ കളറുകൾ അടിയിലൊക്കെ ക്രമത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനാണ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കോളങ്ങളുണ്ട്. അതിൽ നമ്മൾ നിസ്കാരങ്ങൾ ക്രമത്തിലാക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ അടുത്തത് പറഞ്ഞു പഠിപ്പിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് പറഞ്ഞു പഠിപ്പിക്കാൻ. ഓരോ നിസ്കാരത്തിൻ്റെ പേരുകളെയും പറഞ്ഞു പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ പേരുകൾ എന്താ? ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നല്ലോണം പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പാഠമായി നാളെ വരാം ഇൻഷാ അല്ലാഹ്.